നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വാർത്താമാധ്യമങ്ങളിലൊക്കെ തന്നെ ഒരു വീഡിയോ വൈറലാകുന്നുണ്ട്. അതായത് ഒരു ബസ് സ്റ്റാൻഡാണ്, തിരക്കുള്ളൊരു ബസ് സ്റ്റാൻഡാണ്. അവിടെ ഒരു ബസ് നിർത്തിയിട്ടിരിക്കുന്നു. ബസ് എടുക്കാൻ നേരം ആ ബസ്സിന് സമീപം നിൽക്കുന്ന വിദ്യാർത്ഥികൾ ബസ്സിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ ആ ബസ്സിലെ കണ്ടക്ടർ അവരെ തടയുന്നതും അതിൽ കുറച്ച് വിദ്യാർത്ഥികളെ മാത്രം അകത്തേക്ക് കയറ്റി മറ്റുള്ള വിദ്യാർത്ഥികളുമായി ചില തർക്കത്തിൽ ഏർപ്പെടുന്നതാണ്. ദൂരെ നിന്ന് ആരോ അത് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഒടുവിൽ ആ വിദ്യാർത്ഥി ഒരുപാട് സമയം ആ കണ്ടക്ടറോട് സംസാരിക്കുന്നുണ്ട്. ഒടുവിൽ കൈകൂപ്പിയടക്കം സംസാരിക്കുകയും ആ ബസ് കണ്ടക്ടർ അതൊന്നും തന്നെ വകവയ്ക്കാതെ ബസ് ഈ വിദ്യാർത്ഥികളെ കയറ്റാതെ അവിടെ നിന്നും പോകുന്ന ഒരു ദൃശ്യമാണ്. ഈ വീഡിയോ പുറത്തു വന്നപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഈ ബസ്സിനെതിരെയും ആ വിദ്യാർത്ഥികളോട് അത്തരത്തിൽ പെരുമാറിയിട്ടുള്ള ബസ് കണ്ടക്ടർക്കെതിരെയും ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ വരുന്ന വാർത്ത ആ ബസ് കണ്ടക്ടർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി തന്നെയാണ് സർക്കാർ എടുത്തിരിക്കുന്നത് എന്നാണ്. ഏതായാലും ആ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് ആ കണ്ടക്ടറോട്, വീട്ടിൽ പോകേണ്ട ചേട്ടാ എന്ന് കൈകൂപ്പി അപേക്ഷിച്ചിട്ടും വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാൻ യാതൊരു തരത്തിലുള്ള ഒരു മനുഷ്യത്വമില്ലാതെ വിസമ്മതിച്ച സ്വകാര്യ ബസ് കണ്ടക്ടർക്ക് ഇനി കുറച്ച് ദിവസം വീട്ടിലിരിക്കാം. അദ്ദേഹത്തിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന റോയക്സ് ഗ്രൂപ്പിന്റെ പ്രിയമോൾ ബസ്സിലെ കണ്ടക്ടർ മംഗലം ചിരോത്ത് വളപ്പിൽ രാമദാസിന്റെ ലൈസൻസ് ആണ് ജോയിന്റ് RTO 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ആ വീഡിയോ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം എങ്ങനെയാണ് ഇത്തരത്തിൽ പഠിക്കാൻ വീട്ടിൽ നിന്ന് പോകുന്ന വിദ്യാർത്ഥികളോട്, വളരെ ചെറിയ പ്രായത്തിലുള്ള വിദ്യാർത്ഥികളോട്, ബാഗും തൂക്കി നിൽക്കുന്ന വിദ്യാർത്ഥികളോട് ഇത്തരത്തിൽ പെരുമാറാൻ സാധിക്കുന്നത് എന്നാണ്. ഈ പറയുന്ന ഇത്തരത്തിൽ പെരുമാറുന്ന ആളുകളുടെ വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും അടുത്ത ആളുകൾക്കൊന്നും തന്നെ ഇത്തരത്തിൽ സ്കൂളുകളിൽ പോകുന്ന പ്രായമുള്ള മക്കൾ ഉണ്ടാകില്ലേ? ഒന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ആ ബസ്സിൽ ആ കുട്ടികളെ കയറ്റി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? അവർക്കും ബസ്സിൽ യാത്ര ചെയ്യേണ്ടേ? അവരുടെ അവകാശമല്ലേ അത്? ഇതോടൊപ്പം ഇപ്പോൾ കണ്ടക്ടർ നിർബന്ധിത ബോധവൽക്കരണ ക്ലാസ്സിനും ഹാജരാകണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പെർമിറ്റ് ഉടമയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട്. ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ക്ലെലിയ ബാർബിയറി ഹോളി ഏഞ്ചൽസ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ്സിലെ 8 ആൺകുട്ടികളാണ് സ്പെഷ്യൽ ക്ലാസ്സിന് ശേഷം വീട്ടിലേക്ക് മടങ്ങാൻ സ്റ്റാൻഡിൽ എത്തിയതായിരുന്നു. എന്നാൽ ബസ്സിൽ കയറാൻ ശ്രമിച്ച ഇവരെ കണ്ടക്ടർ ശകാരിച്ച് മാറ്റി നിർത്തി. ബസ് പുറപ്പെടുമ്പോൾ കയറിയാൽ മതിയെന്നായിരുന്നു നിർദ്ദേശം. പിന്നാലെ ബസ്സിനരികിൽ വരിവരിയായി ഇവർ കാത്തു നിന്നെങ്കിലും 4 കുട്ടികളെ മാത്രമാണ് കണ്ടക്ടർ ബസ്സിനുള്ളിലേക്ക് കടത്തിവിട്ട് മറ്റുള്ളവരെ തടഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ബസ് എടുക്കുമ്പോൾ മാത്രമാണ് ഇവർക്ക് കയറാൻ അനുവാദമുള്ളത്. അതുവരെ ആ ബസ്സിൻ്റെ വാതിൽപ്പടിയിൽ അല്ലെങ്കിൽ ആ ബസ്സിൻ്റെ ആ ഭാഗത്തായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ കൂടി ആലോചിച്ച് നോക്കണം. ബസ് പുറപ്പെടും മുമ്പ് കണ്ടക്ടറോട് കയറാൻ അനുവാദം തേടിയ വിദ്യാർത്ഥികളിൽ ഒരാൾ ഒടുവിൽ കൈകൂപ്പി അപേക്ഷിച്ചെങ്കിലും കണ്ടക്ടർ വഴങ്ങിയില്ല. ഈ സമയം സമീപത്തുണ്ടായിരുന്ന രക്ഷിതാവായ കുമരനെല്ലൂർ സ്വദേശി TK സനീഷാണ് കുട്ടികളെ തടഞ്ഞ രംഗമടക്കം മൊബൈലിൽ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെയാണ് സംഭവം ചർച്ചയായത്. തങ്ങളെ ബസ്സിൽ കയറ്റണമെന്ന് കുട്ടികൾ കൈകൂപ്പി അപേക്ഷിക്കുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ ഈ കണ്ടക്ടർ ഈ സമയം നിങ്ങൾക്ക് ഇരിക്കണോ, സീറ്റ് വേണോ എന്ന് അവരോട് പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്നതും കാണാനായിട്ട് സാധിക്കുന്നത്. സീറ്റ് വേണ്ടെന്ന് പറഞ്ഞിട്ടും കുട്ടികളെ ബസ്സിൽ കയറ്റാൻ ജീവനക്കാർ തയ്യാറായില്ല. ഗുരുവായൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ജോഷിമോൻ എന്ന സ്വകാര്യ ബസ്സിനെതിരെയും അതിലെ കണ്ടക്ടർക്കെതിരെയുമാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സംഭവത്തിന് പിന്നാലെ വടക്കാഞ്ചേരിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറി. വൈകുന്നേരം 5 മണിക്ക് സർവീസ് ആരംഭിക്കേണ്ടിയിരുന്ന ഇതേ ബസ് SFI പ്രവർത്തകർ വടക്കാഞ്ചേരിയിൽ തടഞ്ഞു നിർത്തി. ഏകദേശം 15 മിനിറ്റിലധികം ബസ് തടഞ്ഞ് വിദ്യാർത്ഥി സംഘടന കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറുന്ന സ്വകാര്യ ബസ് ജീവനക്കാർക്കെതിരെയും വരും ദിവസങ്ങളിലും കർശന പരിശോധന തുടരുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ മക്കളാണ് നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളാണ്. അപ്പോഴും ആ കുട്ടികൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ആ ബസ്സുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നൊന്നും ഞങ്ങൾക്ക് ജില്ലാ കലക്ടറോട് പറയാനില്ല. പക്ഷേ ഞങ്ങളുടെ ഒരേ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഞങ്ങളെ ബസ്സിൽ കയറ്റണം. ഞങ്ങൾക്കും സ്പെഷ്യൽ ക്ലാസ്സും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് വീടുകളിൽ നേരത്തെ എത്തണം. ഞങ്ങളെ എല്ലാവരെയും ബസ്സിൽ കയറ്റണം എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ എന്നാണ് ആ കുട്ടികൾ പറയുന്നത്. അതായത് അത്ര പോലും ചിന്തിക്കാനുള്ള ആ ഒരു മക്കളുടെ മനുഷ്യത്വം പോലും ആ കണ്ടക്ടർക്ക് ഇല്ലാതായി പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. കാരണം അവർക്ക് ആ കണ്ടക്ടറുടെ ജോലി കളയാനോ അയാൾക്കെതിരെ നടപടി എടുക്കണമെന്നോ യാതൊരു തരത്തിലുള്ള താല്പര്യമില്ല. ഞങ്ങളെ ബസ്സുകളിൽ കയറ്റണം. ഈ ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് അടുത്ത ബസ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും വീടുകളിൽ എത്തുമ്പോൾ നേരം വൈകും. അതുകൊണ്ട് ഞങ്ങളെ
ഞങ്ങളെ ബസ്സുകളിൽ കയറ്റണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നാണ് ആ കുട്ടികൾ വളരെ പക്വതയോടുകൂടി തന്നെ സംസാരിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഈ വീഡിയോ ദൃശ്യം പകർത്തിയ വ്യക്തി കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹവും പറയുന്നുണ്ട്, നാളെയുടെ വാഗ്ദാനങ്ങളാണ് നമ്മുടെ മക്കളെന്ന് പറയുന്നത്. ഇവർക്ക് A+ കിട്ടുമ്പോൾ മാത്രം ഇവരെ ആദരിച്ചാൽ മാത്രം പോരാ. നമ്മുടെ മക്കൾക്ക് കൃത്യമായിട്ട് സ്കൂളുകളിൽ നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടോ എന്നും അവർ തിരിച്ച് സുരക്ഷിതരായിട്ട് വീടുകളിൽ എത്താനും സ്കൂളുകളിൽ എത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആ ഒരു സുരക്ഷിതത്വം കൂടി നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതാണ്. അതുപോലെ അദ്ദേഹത്തിന് പരാതിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലുമില്ല. കുട്ടികൾക്ക് എന്താണോ പറയാനുള്ളത്, അവർക്ക് എന്താണോ പരിഹാരം വേണ്ടത്, അത് തന്നെയാണ് തനിക്കും പറയാനുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നാളെയുടെ വാഗ്ദാനങ്ങളാണ്, നാളെയുടെ ഭാവിയാണ് ഈ പറയുന്ന വിദ്യാർത്ഥികളെല്ലാവരും. അതിനെതിരായി ഉയരുന്ന സ്വാർത്ഥരുടെ മുടന്തൻ ന്യായങ്ങളെ ഒരു കാലത്തും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാനാകില്ല. ഈ നാട്ടിൽ പൊതുഗതാഗത സംവിധാനം പൂർണ്ണമായും KSRTCക്ക് കീഴിലാക്കാൻ കഴിയാത്തത് കൊണ്ടല്ല സർക്കാർ പ്രൈവറ്റ് ബസ്സുകൾക്ക് അനുമതി നൽകുന്നത്. മറിച്ച് അതൊരു തൊഴിൽ മേഖലയായി വളരട്ടെ എന്നും നാടിൻ്റെ പുരോഗതിക്ക് അതാണ് നല്ലത് എന്നുമുള്ള ഉദാരമായ കാഴ്ചപ്പാട് കൊണ്ടാണ് ബസ് പെർമിറ്റ് അനുവദിക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ യാത്ര അടക്കമുള്ള മുഴുവൻ വ്യവസ്ഥകളും അംഗീകരിച്ചുകൊണ്ടാണ് ഓരോ ഉടമയും അത് കൈപ്പറ്റുന്നത്. എന്നിട്ടിപ്പോൾ വിദ്യാർത്ഥികളോട് കാണിക്കുന്ന ഈ അവഗണനയും അഹങ്കാരവും ഒരു തരത്തിൽ വെച്ചു പൊറുപ്പിക്കാൻ കഴിയാത്തതാണ്. ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ജനങ്ങളൊക്കെ തന്നെ ആ ബസ്സുകാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി എടുക്കണമെന്ന് തന്നെയാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ചില കമൻറ്റുകൾ വായിക്കാം. ഇതാണ് പ്രൈവറ്റ് ബസ്സുകാരുടെ മര്യാദ, പിള്ളേർക്ക് വീട്ടിൽ എന്നാണ് ഒരു വ്യക്തി കമന്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊരാൾ, ആ വിദ്യാർത്ഥിയുടെ അഭിമാനത്തിന് ഏറ്റ മുറിവ് എത്രമാത്രമായിരിക്കും. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഇത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഒരിക്കൽ നേരത്തെ സ്കൂൾ വിട്ടു പോകുമ്പോൾ 4:30 ആയില്ല എന്ന് പറഞ്ഞ് വഴിയിൽ ഇറക്കി വിട്ടു. ആ കണ്ടക്ടറുടെ ജീവിതം പിന്നീട് എനിക്ക് നേരിട്ട് കാണേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഞാൻ ലോക്കൽ ബസ് മാക്സിമം ഒഴിവാക്കിയാണ് യാത്ര ചെയ്യുന്നത്. എൻ്റെ അഭിമാനത്തിന് ഏറ്റ മുറിവ് ഇന്നും മാറിയിട്ടില്ല എന്നാണ് മറ്റൊരു വ്യക്തി കമന്റ് ചെയ്തിരിക്കുന്നത്. ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്, കുറച്ച് വർഷം കഴിഞ്ഞാൽ ഫുൾ ടിക്കറ്റ് എടുത്ത് ബസ്സിൽ കയറാനുള്ള ആളുകളാണ് ഇവർ. അന്നും ഈ ബസ്സും ഈ ജീവനക്കാരും ഉണ്ടാകുമോ എന്ന് പോലും ഉറപ്പില്ല എന്നാണ്. മറ്റൊരാൾ, കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിൽ ഓടുന്ന മിക്ക ബസ് ജീവനക്കാരുടെയും പെരുമാറ്റം ഈ രീതിയിലാണ്. മക്കളോട് മാത്രമല്ല, ഫുൾ ടിക്കറ്റ് ആയാലും ഇത് തന്നെ അവസ്ഥ. നമ്മളൊക്കെ ഓസിന് കയറുന്ന പോലെ അവരുടെ പെരുമാറ്റം, പ്രത്യേകിച്ച് ജോഷിമോലെ ജീവനക്കാർ. യഥാർത്ഥത്തിൽ KSRTC സൗജന്യം കൊടുക്കേണ്ടത് ഇവർക്കാണ്. ഇതിപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ പോലും ഒരു വിവേചനം നടന്നതുപോലെയായി. ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന പെൺകുട്ടിക്ക് പോലും സൗജന്യ യാത്ര എന്നത് വലിയ കോമഡി തന്നെയാണ്. ഒരു ദിവസം കഴിഞ്ഞുകൂടാൻ പ്രയാസപ്പെടുന്ന ആണൊരുത്തൻ മന്ത്രിയുടെ കണ്ണിൽ മദ്യപാനിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് സർക്കാർ സംവിധാനത്തിനെതിരെയും ഒരാൾ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും കൃത്യമായിട്ട് സർക്കാരിൻ്റെ കണ്ണിലേത് പെടുകയും MVD കൃത്യമായിട്ടുള്ള നടപടി, കർശനമായിട്ടുള്ള നടപടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു അവസ്ഥയും ഒരു വിദ്യാർത്ഥിക്കും ഉണ്ടാകാൻ പാടില്ല. എല്ലാ വിദ്യാർത്ഥികൾക്കും ബസ്സിൽ കയറാനുള്ളത് അവരുടെ അവകാശമാണ്. അവരെ ഈ വഴിയിൽ നിർത്തിയിട്ട് അപമാനിക്കുകയും നിനക്ക് സീറ്റ് വേണോ എന്ന് ചോദിച്ച് അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളൊന്നും തന്നെ ഒരിടത്തും അത്തരത്തിൽ അത് വിദ്യാർത്ഥികൾ കേൾക്കേണ്ടതായിട്ടുള്ള യാതൊരു ബാധ്യസ്ഥതയില്ല. അതൊക്കെ തന്നെ ഓരോരുത്തരുടെയും മാനസിക തലമനുസരിച്ചിരിക്കും ഓരോരുത്തർ ഇത്തരത്തിൽ പെരുമാറുന്ന രീതിയും.